ഏഞ്ചൽസ് വാലിയിൽ കുറേ മാതാപിതാക്കളുണ്ട്. ഇന്ന് ഞാൻ അവരോട് സംസാരിക്കാൻ പോകുമ്പോൾ പ്രണയ ദിനമാണല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അതിലൊരു ഉമ്മ, ലൈല എന്നാണ് അവർ പേര്. അവർ ജീവിതത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. അതിൻ്റെ പേരിൽ ജീവിതത്തിൽ അനുഭവിക്കാത്ത ത്യാഗങ്ങളില്ല. അങ്ങനെ അനുഭവിച്ച് അവരിന്ന് ഏഞ്ചൽസ് വാലി എന്ന വൃദ്ധസദനത്തിലാണ് ഉള്ളത്. എത്രയോ ആളുകളാണ് കണ്ണും മൂക്കുമില്ലാതെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ പ്രണയിക്കുന്നത്. നല്ലതാണ്. മാതാപിതാക്കളെ മക്കൾ സ്നേഹിക്കട്ടെ, മക്കൾ മാതാപിതാക്കളെയും സ്നേഹിക്കട്ടെ, അയൽവാസികളെയും സ്നേഹിക്കട്ടെ. പട്ടിണി കിടക്കുന്ന എത്ര ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അവരെയൊക്കെ അവരുടെ പട്ടിണിയും പ്രയാസങ്ങളും ഒക്കെ അറിയാൻ ഒരു ദിവസം അവരുടെ മുന്നിലൊന്ന് പോകട്ടെ. ഏഞ്ചൽസ് വാലിയിൽ തന്നെ എത്ര പേരാ. 2 ദിവസം മുമ്പ് എനിക്ക് ചെറിയൊരു വയറിന്റെ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഒരു ഉപ്പാപ്പ, ഏഞ്ചൽസ് വാലിയിലെ ഒരു ഉപ്പാപ്പയോട് യാദൃച്ഛികവശാൽ പറഞ്ഞു. ആ ഉപ്പാപ്പ പോയിരുന്നു കുറേ നേരം ദുആ ചെയ്തു. ഇന്നലെ ഞാൻ ചെല്ലുമ്പോൾ നടക്കാൻ വയ്യെങ്കിലും വേച്ച് അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് ചോദിച്ചു, മോനെ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇത് കേട്ടപ്പോൾ എനിക്ക് എന്തു പറയണം, കരയണോ, ആ ഉപ്പാപ്പ അടുത്ത് സന്തോഷം പങ്കിടണോ, വല്ലാത്തൊരവസ്ഥയായി പോയി. ഇതിനെ സ്നേഹം എന്നാണ് പറയുന്നത്. ഇനി എന്ത് വിളിച്ചാലും മതിയാവുകയില്ല, ഇതെവിടെ ചെന്നാലും കിട്ടുന്നതുമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹിക്കണം. ഈ മാസം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിനു മുഴുവൻ സ്നേഹത്തിന്റെ മാതൃക പഠിപ്പിച്ചു തന്ന പ്രവാചകര അവരുടെ മാസമാണ്. റമളാനിനെ രാജകീയമായി വരവേൽക്കാൻ ഈ മാസത്തിൽ നമുക്ക് പ്രവാചകരെ സ്നേഹിക്കാം. അവിടുന്ന് പഠിപ്പിച്ചു തന്ന 1000 സ്നേഹത്തിന്റെ വഴികളുണ്ട്, നന്മയുടെ വഴികളുണ്ട്. അതിലൂടെ ഒക്കെ നമുക്ക് സഞ്ചരിക്കാം. പടച്ചവൻ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മറ്റെല്ലാ എടുത്തുചാട്ടങ്ങളും ഏതെങ്കിലും ഒരു പ്രയാസത്തിലോ ദുഃഖത്തിലോ മാത്രമേ കലാശിക്കുകയുള്ളൂ. ആത്മാർത്ഥമായ മനുഷ്യർ തമ്മിലുള്ള സ്നേഹം മാത്രമേ ഇവിടെ നിലനിൽക്കുകയുള്ളൂ. മറ്റെല്ലാം നൈമിഷികമായ സ്നേഹങ്ങളും ആർക്കോ വേണ്ടിയുള്ള എടുത്തുചാട്ടങ്ങളും മാത്രമാണെന്ന് നമുക്കെന്നും ഓർമ്മ വേണം.